ഇതെന്താണെന്നല്ലേ, ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീഡിയോയ്ക്കകത്ത് മാക്സിമം ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു ട്രക്ക് സ്റ്റോപ്പാണ്. ട്രക്ക് സ്റ്റോപ്പിൽ ഏറ്റവും പ്രധാനമായിട്ട് ഒരു ട്രക്ക് ഡ്രൈവറിന് വേണ്ടത് ഷവറാണ്, കുളിക്കാനുള്ള സൗകര്യം. അതാണ് ഈ കാണിച്ച റെസിപ്റ്റ്. അപ്പം ഇന്ന് TA എന്ന് പറയുന്ന ഒരു ട്രക്ക് സ്റ്റോപ്പിൽ ഞാനൊന്ന് കയറി കുളിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ അവിടുത്തെ ഷവറും കാര്യങ്ങളും അതുപോലെ തന്നെ ഈ ട്രക്ക് സ്റ്റോപ്പും ഇവിടെ നമുക്ക് ഒരുക്കിയിരിക്കുന്ന ആ ഒരു ഷവർ ബാത്തിൻ്റെ വന്നിട്ട് ഒരിതാണ്. നമ്മൾ ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ എല്ലാ ഫെസിലിറ്റിയും ഇതിനകത്ത് തന്നെയുണ്ട്. ടോയ്ലറ്റ്, ഷവർ, നമുക്ക് അത്യാവശ്യം വേണ്ട ടവല്, സോപ്പ്, എവറിത്തിങ് ഇവിടെ ഉണ്ട്. ഒന്നിനും നമ്മൾ തേടി പോകേണ്ട ആവശ്യമില്ല, ഒന്നും കയ്യിൽ കരുതേണ്ട ആവശ്യവുമില്ല. അപ്പം ഇത്രയും ഫെസിലിറ്റികളാണ്. അപ്പം നമുക്കൊന്ന് കുളിക്കാനുള്ള പരിപാടി നോക്കാം. ഇനിയിപ്പം കുളിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ബാലൻസ് ഉള്ള വീഡിയോ എടുക്കാം. ഈ ട്രക്ക് സ്റ്റോപ്പും പരിസരങ്ങളും എല്ലാം നമുക്ക് കുളി കഴിഞ്ഞിട്ടെടുക്കാം. അപ്പം ഞാൻ ഇന്ന് കുളിക്കാനുള്ള പരിപാടികൾ നോക്കട്ടെ. കുളിച്ച് റെഡിയായി. സുഖമായിട്ട് 2 ടവല് കാര്യങ്ങൾ എല്ലാം ഉണ്ടാകും. എല്ലാം ഒരു ഫാൻ റെഡിയായി. All drivers, non-fueling, and all drivers who have completed fueling and received a fuel ticket, please move your trucks off the fuel island. അപ്പോൾ അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ആ ട്രക്ക് സ്റ്റോപ്പിന്റെ ഔട്ട് സൈഡിൽ വന്നു. ഇതാണ് ആ ട്രക്ക് സ്റ്റോപ്പ്, ടിഎയുടെയാണ്. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ. കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരേക്കും ഞാൻ കണ്ട ട്രക്ക് സ്റ്റോപ്പിനെ വെച്ച് ടിഎയുടെ തന്നെയാണ് പലതും നമ്മൾ കയറുന്നതെങ്കിൽ പോലും നല്ല സൗകര്യപ്രദമായ എല്ലാം ഒരുക്കിയിട്ടുണ്ട്. ഇവൻ ഡീസൽ അടിച്ചു തരാൻ വരെ ആളുകളുണ്ട്, ഗ്ലാസുകൾ കംപ്ലീറ്റ് ക്ലീൻ ചെയ്തു തരാൻ വരെ ആളുണ്ട്. നല്ല ഒരു ഫെസിലിറ്റിയാണ്. ഇതാണ് ആ ട്രക്ക് സ്റ്റോപ്പിന്റെ പരിസരം. ഇവിടെ തന്നെ നമുക്ക് വണ്ടിയുടെ അത്യാവശ്യമുള്ള ഇതൊക്കെ ചെയ്യാനുള്ള എല്ലാ സൗകര്യവും ഈ വർക്ക്ഷോപ്പുകളെല്ലാം ഈ ട്രക്ക് സ്റ്റോപ്പുകളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. ടയർ അതുപോലുള്ള ബ്രേക്ക് ഡൗൺ എന്തെങ്കിലുമൊക്കെ ആവുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യമുള്ള എല്ലാവരും. ഇത് ഒരു സ്കെയിലാണ്. വണ്ടി നമ്മൾ ലോഡ് കയറ്റിക്കൊണ്ട് വരുമ്പോൾ അത് വെയിറ്റ് നോക്കാനും എത്ര ഉണ്ട്, ഓരോ ആക്സിഡന്റിന് നമുക്ക് എത്ര ആണ് ഡിവൈഡ് ചെയ്യേണ്ടതെന്നൊക്കെ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ സ്കെയിൽ ചെയ്യണം. ഇത് കാറ്റ് സ്കാൻ എന്ന് പറയുന്ന ഒരു സ്കെയിലാണ്. ട്രക്കുകൾ നിരത്തി അടുക്കിയിട്ടേക്കുന്നതിലേക്ക് എന്തുമാത്രം ട്രക്കുകൾ കിടക്കുന്നുണ്ട്. ഈ ട്രക്ക് സ്റ്റോപ്പിൽ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ റിസർവ് ഇല്ലായിരുന്നു. ഫസ്റ്റ് വരുന്നവർക്ക് ഫസ്റ്റ് വന്നു. ഇവിടെ പേ ചെയ്യേണ്ട ആവശ്യമില്ല. സാധാരണ എല്ലായിടത്തും റിസർവ് ചെയ്യാൻ നമുക്ക് പേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം $20 പേ ചെയ്യണം ഒരു പാർക്കിംഗ് ഒന്നും കിട്ടണം. കഴിഞ്ഞ ദിവസമൊക്കെ പാർക്കിംഗ് ഇല്ലാതെ ഒത്തിരി അവസ്ഥപ്പെട്ടിരിക്കുന്നു. പക്ഷെങ്കിൽ ഇവിടെ വളരെ സൗകര്യപ്രദമായിട്ട് കിട്ടി. അത് തന്നെയല്ല, ഇന്നൊരു പീസ്ഫുള്ളായിരുന്നു. 7:30 ആയപ്പോഴത്തേക്ക് ഞാൻ ഇവിടെ എത്തി. ഇനിയിപ്പം നാളെ രാവിലെ പോയാൽ മതി. അതുവരേക്കും നല്ല ഒരു റെസ്റ്റാണ്. വേണ്ട അവരുടെ ഒരു മൊബൈലാണ് ടിഎയുടെ വന്നിട്ട് എന്തെങ്കിലും റോഡ് സൈഡ് അസിസ്റ്റൻസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരവിടെ വന്ന് റിപ്പയർ ചെയ്യും. അടിപൊളി ഒരു മാക്കിൻ്റെ വണ്ടി കിടക്കുന്നു. അതെൻ്റെ തൊട്ടിപ്പുറത്താണല്ലോ കിടക്കുന്നത്. ഉള്ള നമ്മുടെ വണ്ടിയാണ് കിടക്കുന്നത്, ഇൻ്റർനാഷണൽ. അതിൻ്റെ തൊട്ടിപ്പുറത്ത് മാക്കിൻ്റെ ഒരു വണ്ടി കിടക്കുന്നുണ്ട്. അതിനപ്പുറത്ത് മാക്ക് കാണാനൊരു രസം. ഞാനിതുവരെ മാക്കിനകത്ത് കയറിയിട്ടില്ല, ഓടിച്ചിട്ടില്ല. ഞാൻ കെന്നോർത്ത് ഓടിച്ചു, വോൾവോ ഓടിച്ചു, ഇൻ്റർനാഷണൽ ഓടിച്ചു, ട്രെയിൻ ലൈൻ ഓടിച്ചു. ഇത്രയും നമുക്കകത്തേക്ക് പ്രവേശിക്കാം. അങ്ങനെ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് ട്രക്ക് സ്റ്റോപ്പ് കഴിഞ്ഞ് ഇവിടെ വന്നിന്ന് റെസ്റ്റ് ചെയ്യാനുള്ള പരിപാടിയാണ്. ഇന്ന് വേറെ ഓർഡറൊന്നും എടുക്കാൻ പറ്റിയില്ല. ശരിക്കും പറഞ്ഞാൽ ലേറ്റായിപ്പോയി ഇവിടുത്തെ അൺലോഡിങ് കഴിഞ്ഞപ്പോഴത്തേക്ക്.
ഇനി നാളെ മോർണിംഗ് എന്തെങ്കിലും ഓർഡർ കിട്ടത്തുള്ളൂ. ഇതൊരു നല്ല ട്രക്ക് സ്റ്റോപ്പാണ് ടിയയുടെ. ഇവിടെ പാർക്കിങ്ങിന് പൈസയില്ല. സാധാരണ എല്ലായിടത്തും വന്നിട്ട് ഇന്നലെ രാത്രി ഞാൻ വന്നപ്പം ഒരു 4 ഇടത്ത് കയറി നോക്കിയിട്ട് എനിക്ക് പാർക്കിംഗ് കിട്ടിയില്ല. കാരണം എല്ലായിടത്തും ഫുള്ളായിരുന്നു. എല്ലെന്നുണ്ടെങ്കിൽ അവിടെ റിസർവ് പാർക്കിംഗ് വേണം. സോ ഇവിടെ വന്ന് ഞാൻ അന്വേഷിച്ചപ്പോൾ ഇവിടെ വന്നിട്ട് പാർക്കിങ്ങിന് പൈസയൊന്നുമില്ല. അവർ പറഞ്ഞു ഫസ്റ്റ് ആര് വരുന്നോ അവർക്ക് പാർക്കിംഗ് കിട്ടും, നോ പ്രോബ്ലം. അതുപോലെ തന്നെ അവിടെ വന്നപ്പം തന്നെ അവിടെ ഒരു പയ്യൻ നിന്ന് നമുക്ക് ഡീസൽ അടിച്ചു തരികയും നെക്സ്റ്റ് ഗ്ലാസ് എല്ലാം ക്ലീൻ ചെയ്തു തന്നു, മിറർ എല്ലാം വൈപ്പ് ചെയ്ത് നല്ല റെഡിയാക്കി തന്നു. ഇതുവരെയൊക്കെ ഞാൻ വേറെ എങ്ങോ അങ്ങനെയുള്ളൊരു സിസ്റ്റം കണ്ടില്ല. ഇത് വെർജീനിയയിലാണ്. എനിവേ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഇനി കിടന്നുറങ്ങാനുള്ള പരിപാടിയാണ് അടുത്തത് നോക്കാൻ പോകുന്നത്. ഇവിടെ സമയം വലിയ കാര്യമായിട്ടൊന്നും ആയിട്ടില്ല, പക്ഷെങ്കിൽ ഉറങ്ങുന്നതായിരിക്കും സേഫ്റ്റി. നാളെ രാവിലെ ഇനി എത്ര മണിക്ക് വിളിക്കും എന്നറിയില്ല. സമയമായി 7:50 ഇപ്പോൾ. പക്ഷെങ്കിൽ ഇവിടെ വെളിയിൽ കണ്ടു കഴിഞ്ഞാൽ വളരെ ബ്രൈറ്റായിട്ട് നിൽക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു 8-9 മണിയാകുമ്പോഴത്തേക്കേ ഇവിടെ ഇരുട്ടൊക്കെ ആവത്തുള്ളൂ. ഓക്കെ, എനിവേ ഇന്നത്തെ അപ്പം ഇതോടുകൂടി തീരുകയാണ്. റെസ്റ്റ് എടുക്കുക. നാളെ മോർണിംഗ് എങ്ങോട്ടുള്ള ട്രിപ്പാണെന്ന് അറിയില്ല, നാളെ മോർണിംഗ് അറിയാം. എനിവേ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയതായിട്ട് ആരെങ്കിലും കാണുകയാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തവരുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് അത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് കാണുമ്പോഴാണ് നമുക്ക് ഒരു സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം അല്ലെന്നുണ്ടെങ്കിൽ ഒരു കൂടുതൽ ആൾക്കാർ ഇത് വാച്ച് ചെയ്യുന്നു കാണുമ്പോഴാണ് കൂടുതൽ വീഡിയോ എടുക്കാനുള്ള നമുക്കൊരു പ്രചോദനം കിട്ടുന്നത്. ഇല്ലാത്ത പക്ഷം നമുക്ക് തന്നെ തോന്നും ആരും കാണുന്നില്ല എന്നുള്ളൊരു ചിന്ത വരും. എനിവേ ഇതുകൊണ്ട് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കാരണം എനിക്ക് ഒത്തിരി ബെനിഫിറ്റുകൾ ഉണ്ടാക്കാം എന്നുള്ളൊരു ഇതിനോടല്ല ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഒന്ന്, മലയാളികളിലേക്ക് ഇത് എത്തിക്കുക. ഇവിടെ ആരെങ്കിലും മലയാളികൾ ഇൻട്രസ്റ്റ് ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊരു മോട്ടിവേഷൻ ആവട്ടെ എന്ന് വിചാരിച്ചു. 2, ഈ ട്രക്ക് ഡ്രൈവിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഉറക്കം വരും. അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് വന്നിട്ട് ഇങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചൊരു ഇൻട്രസ്റ്റ് അതിനകത്ത് വരും. സ്ഥലങ്ങൾ കാണുന്നുണ്ടെങ്കിൽ വീഡിയോ എടുക്കാനും ഒക്കെ ആയിട്ട് നോക്കുന്നുണ്ടെങ്കിൽ അതിനൊരു സെപ്പറേറ്റ് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. സോ അതൊക്കെ കണക്ക് കൂട്ടിയാണ് ഞാനിത് ചെയ്യാൻ ആരംഭിച്ചത്. പക്ഷെങ്കിൽ എല്ലാവരെയും പോലും നമ്മളും ശ്രദ്ധിക്കും സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കുമ്പോൾ ഒരു വളരെ ചുരുക്കം ആളുകൾ മാത്രമേ ഇതുവരേക്കും വീഡിയോ എത്തിയിട്ടുള്ളൂ. ഞാനിത് സ്റ്റാർട്ട് ചെയ്തിട്ട് 10 നാളായിട്ടില്ല. സോ എനിവേ നിങ്ങൾ ആരെങ്കിലും കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലോ റിലേറ്റീവിലേക്കോ അത് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ബെല്ലൈക്കോൺ യൂസ് ചെയ്യാത്തവർ അതൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ പുതിയ വീഡിയോകൾ വരുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പം എല്ലാവരോടും ബൈ, ഗുഡ് നൈറ്റ്.